ചേച്ചി കലക്കിട്ട് പോയി. പക്ഷെ നമുക്കൊന്ന് കലക്കണ്ടേ? ഈ പാട്ടിന്റെ തുടക്കം പാടിയ ബാക്കി അവിടെ നിങ്ങൾ പാടിത്തരുമോ? അപ്പരലി പരലേ പരലേ പൂവാലി പരലേ ഇന്നലെ പരലി പരലേ പരലേ പൂവാലി പരലേ പരലേ ഇന്നലെ പരലേ വെള്ളത്തിലോടല്ല കുടമണ്ണോ പരലി പരലേ പരലേ പൂവാലി പരലേ പരലേ ഇന്നലെ പരലേ വെള്ളത്തിലോടല്ല. ഈ പാട്ടിന്റെ ശക്തി നിങ്ങളുടെ ഡാൻസ് ആണ്. അവിടെ അനിയന്മാർ അടിപൊളി, ഇവിടുത്തെ ചേച്ചിമാരെ ഒന്നുകൂടി ഉണ്ടാവോ?
പരിചയപ്പെടുത്താൻ പോകുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും നിങ്ങൾ കൊടുക്കുന്ന കൈയടി. ഓണക്കുള്ളിലും കൈകളിൽ എത്തി കട കാർമുണിയിൽ പറഞ്ഞതുപോലെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജസ്റ്റിൻ ചേട്ടന് നല്ലൊരു കൈയടി. ലീഡ് ഗിറ്റാർ, ബേസ് ഗിറ്റാർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഷിബു ചേട്ടനും ജാക്സൺ ചേട്ടന് നല്ലൊരു കൈയടി. കീബോർഡിന്റെ മാന്ത്രികൻ, കീബോർഡിന്റെ എല്ലാമായ അടിമാലിയിൽ നിന്നൊരു മാണിക്യം ഷിജു അടിമാലിക്ക് നല്ലൊരു കൈയടി. പ്രശസ്ത പിന്നണി നായകൻ അഫ്സലിക്കയുടെ സഹോദരനും ഒരുപാട് കാസറ്റുകളും സിനിമകളിലും ഒക്കെ ചാൻസ് ചോദിച്ച് നടക്കുന്ന ഒരുപാട് പ്രശസ്തനായ ഒരു കലാകാരനാണ് എന്താ പറയാ യാസർ. യാഷിക്ക് നല്ലൊരു കൈയടി കൊടുക്കുക. അതുപോലെ ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ ഇടവേള സമയങ്ങളിൽ വിനോദം കണ്ടെത്തുന്നത് ഡ്രംസ് കൈകാര്യം ചെയ്തുകൊണ്ട് എറണാകുളത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ കൂടിയ ഡോക്ടർ ഡാനിക്ക് നല്ലൊരു കൈ കൊടുക്കാം. വരാൻ പറ്റും മക്കളെ പോലെ ഒന്നിച്ചിരുന്ന രണ്ടുപേരും വളരെ സ്നേഹമായി, എപ്പോഴും ഭയങ്കര സ്നേഹമാണ്. പഴനിമല വിജയരാജും വിപിൻ ചേട്ടന് നല്ലൊരു കൈ കൊടുക്കാം. അതുപോലെ സൗണ്ട് സിസ്റ്റം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ സൗണ്ട് സിസ്റ്റം സ്വപ്ന സൗണ്ട് നല്ലൊരു കൈ കൊടുക്കുക. ഏറ്റവും പ്രശസ്തനായ സൗണ്ട് എഞ്ചിനീയർ കൊച്ചിക്കാരുടെ മുത്തായ പ്രിൻസ് ആയിട്ട് നല്ലൊരു കൈ കൊടുക്കുക. അതുപോലെ നല്ല ഭംഗിയായ സ്റ്റേജ്, ലൈറ്റ്, പുകയുടെ ഒരു കുറവുണ്ടായിരുന്നു, സാരമില്ല. എല്ലാ സുരക്ഷാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി ഈ പ്രോഗ്രാമിലൂടെ എന്നെ ക്ഷണിച്ച ഫാർമേഴ്സ് ബാങ്ക്. ഒരുപാട് എത്രയോ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള എന്താ പറയാ അത്രയും പ്രശസ്തരായ ബാങ്കുകാരാണ് ഈ ഫാർമേഴ്സ് ബാങ്ക്. ആചരിക്കേണ്ടി ഇതിനെ അവിടെ ക്ഷണിച്ച എല്ലാ അവിടുത്തെ ജീവനക്കാർക്കും അതിന്റെ മാനേജിംഗ് ഡയറക്ടറും
വിജയൻ ചേട്ടൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഇത്ര വലിയ നേരത്തെ 12 മണി കഴിഞ്ഞിട്ടും നാളെ എന്തെല്ലാമോ തിരക്കുകളുള്ളവരായിരിക്കും എല്ലാവരും. ഒന്നുമില്ലെങ്കിൽ 10 മണിക്ക് ഉറങ്ങുന്ന ശീലമുള്ള ചേട്ടന്മാരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതൊക്കെ മാറ്റിവെച്ച് ഈ പ്രോഗ്രാം കാണുവാൻ ഇത്ര സ്നേഹപൂർവ്വം കാണാൻ അത് വേണം പറയാൻ. എല്ലാ പാട്ടിനും അതിൻ്റെതായ പ്രോത്സാഹനം തന്നുകൊണ്ട് എന്നെ സഹായിച്ച ഈ നാട്ടിലെ നല്ലവരായ ഓരോ നാട്ടുകാർക്കും ഞാൻ അടുത്ത് വന്ന് നന്ദി 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 എന്ന് അറിയിക്കുകയാണ്. അപ്പോൾ ഈ എന്താ സൗണ്ട് ബൂസ്റ്റിംഗ് ചെയ്തിരിക്കുന്നത് ഞാൻ നന്ദി പറയുമ്പോൾ അതിൻ്റെ ഒരു കൈയടി ആവാം. ബൂസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരാം കാര്യത്തിൽ അവർ ഹൃദയം നന്ദി അറിയിക്കുന്നു. വേറെ ആർക്കും നന്ദി പറയാൻ വീട്ടിൽ പോയിട്ടില്ല. കുഞ്ഞു പിള്ളേർക്കുള്ള എല്ലാവർക്കും ഉൾപ്പെടെയാണ് നന്ദി പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ തലശ്ശേരിക്കാരനായ ഒരു ചുറുചുറുക്കുള്ള പാട്ടുകാരനും സംവിധായകനും തിരക്കഥാകൃത്തുമായിട്ടുള്ള ഒരു മിടുക്കനായ ഒരു പ്രശസ്തനായ നടനായ അച്ഛന്റെ മകൻ സംവിധാനം ചെയ്ത ചിത്രമാണ് പട്ടത്തിൻ മറയത്ത്. അതിൽ ഏത് പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പട്ടത്തിൻ മറയത്തെ പെണ്ണേ ശരി, ഈ പാട്ട് പാടുന്നതായിട്ട് എനിക്ക് കറക്റ്റ് സമയത്ത് ഈ അഞ്ചരക്കണ്ടിയിലുള്ള നല്ല ഏറ്റവും മിടുക്കരായ നന്നായിട്ട് ഡാൻസ് ചെയ്ത് 15-നും 25-നും ഇടയിൽ പ്രായമുള്ള ഒരു 5 സുന്ദരികളായ പെൺകുട്ടികളെ എനിക്ക് വേണം. 5 സുന്ദരികളായ പെൺകുട്ടികളെ എനിക്ക് വേണം. ഇപ്പൊ എനിക്ക് വേണ്ട കുറച്ചുകൂടി പ്രായമായ ബാബാ സെറ്റ് കൊണ്ട് കൊടുത്ത പിള്ളേരെ തന്നെ വിളിക്കാം. നല്ല ഐശ്വര്യമായിട്ട് നിൽക്കുന്നു. ബാബാ ഒരു 5 പേരോട് ഓടി വാ. ഇവിടെയാണോ കഴിവുള്ള കുട്ടികൾക്ക് മഞ്ഞം വിളിച്ചപ്പോഴും നോക്കിയാൽ റെഡി ആയിട്ട് നിൽക്കുക ആഗ്രഹം കൊണ്ടുവരാന്. ആഗ്രഹം കൊണ്ടെങ്കിൽ പോരാ. വാ, എത്ര പേര്? 2 പേരില്ലാത്ത പഠിപ്പിച്ചിട്ട് നമുക്ക് സമയമില്ല. വാ, എണീച്ചോ. കണ്ടോ ഒരു സെറ്റ് സാരി കൊടുക്കുന്ന ചേച്ചി ആവേശം തിളച്ചു കൊണ്ട് വരികയാണ്. ഒരു 4 പേരായി ഒരാളും കൂടെ ഒരൊറ്റയാളും കൂടെ കറക്റ്റ് ശുദ്ധമല്ല വേണ്ടിട്ട്. വാ, വയസ്സാരോട് പറയില്ലേ പറയില്ലേ. എത്ര വയസ്സായിട്ട് കാര്യമില്ല. എപ്പോഴും ഉണ്ടല്ലോ ഈ മുഖം കണ്ടില്ലെങ്കിൽ 18 തോന്നുള്ളൂ കേട്ടോ. അഞ്ചരക്കണ്ടിയിൽ ഒറ്റ സുന്ദരിയും കൂടെ ഇവിടെ 5 സുന്ദരികളാണ് എനിക്ക് വേണ്ടത്. നല്ലൊരു ഡാൻസ് ഒരാളില്ലേ ഇനി ഇല്ലേ? നടത്താൻ പോകുന്ന ചെറിയൊരു മത്സരം നടത്താൻ പോവുകയാണ്. ഇതിന് വിധി നിർണ്ണയിക്കുന്ന മറ്റാരുമല്ല, നിങ്ങൾ തന്നെയായിരിക്കും. ഇതിനകത്ത് ഒടുവിൽ ഏറ്റവും ഒടുവിൽ ഞാൻ ചോദിക്കും ഇന്നയാളുടെ പേരുകളൊക്കെ ചോദിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ കൈയടിയിലൂടെയാണ് നിങ്ങൾ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആളെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ, ഞാൻ പറയുന്നത് ശരിക്കും കേട്ടോ. നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ഒരാളെ തിരഞ്ഞെടുക്കുന്ന നിങ്ങളാണ്. അതുകൊണ്ട് നന്നായിട്ട് ഇവരെ വീക്ഷിച്ചോളുക. സമ്മാനം കൊടുക്കുന്ന നല്ലൊരു സമ്മാനം തന്നെയായിരിക്കും തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവരും തന്നെ നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ, ഈ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ ജയൻ എന്ന് പറഞ്ഞ ചേട്ടൻ സമ്മാനം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് ഡാൻസ് ചെയ്തോളുക. തുടങ്ങാൻ
ഒരു ഉഷാറാൻ വേണ്ടി നല്ലൊരു കൈഡ് കൊടുത്ത് ഇവർക്ക് എല്ലാവരും കൂടെ തുടങ്ങാം സ്റ്റേജിൽ വിളിച്ചു കയറ്റി കഴിഞ്ഞാൽ ആമ്പിള്ളേർക്ക് മാത്രമേ ഡാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പെൺപിള്ളേർക്ക് അത് ഭയങ്കര നാണമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എന്തൊരു ഡാൻസായി അഞ്ചരക്കടികളുള്ള പെൺപിള്ളേർ നല്ല പെൺപുലികളെന്ന് എനിക്ക് വിശ്വസിപ്പിക്കാൻ തോന്നും. നല്ല മിടുക്കരായിട്ടുള്ളവരാണ്. നമുക്ക് ഈ സൈഡിൽ നിന്ന് പേര് വിളിച്ചു തുടങ്ങാം. ഉള്ളതിൽ തമിഴ് പേര് തൊമ്മൻ എന്ന് പറയുന്ന പോലെ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ആൾക്കാർ കൂടെ മാനേജിംഗ് ഡയറക്ടർ വിജയൻ ചേട്ടൻ സമ്മാനം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം എവിടെ നിന്ന് തുടങ്ങണം എന്ന് എനിക്ക് ആകെ സംശയമായി പോയി. ഇവിടെ നിന്ന് തുടങ്ങാം. നമ്മളുടെ പേര് അനഘയ്ക്കാണ് ഫസ്റ്റ് പ്രൈസ്. രേഷ്മ, ഷിത,
അതുല്യ, സിലിയ, രസ്ന, ഷിബിന, അക്ഷിത. ഇവർ രണ്ടുപേരും നിന്നാണ് ഫസ്റ്റ് പ്രൈസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതാ അക്ഷിത കുട്ടിക്കാണെങ്കിൽ ഷിബിനിക്കാണെങ്കിലോ വിജയ് ചേട്ടൻ ഇങ്ങോട്ട് വരിക. വിജയ് ചേട്ടൻ എവിടെ? ജയൻ ചേട്ടൻ. ജയൻ ചേട്ടനുകൾക്ക് രണ്ടുപേർക്ക് സമ്മാനം കൊടുക്കാൻ പോവുകയാണ്. നിങ്ങളൊക്കെ തന്നെ നല്ല മെടുക്കരെ. നമ്മളിപ്പോ എല്ലാവരും ഭയങ്കര എല്ലാ തരത്തിലും ഡാൻസ് ചെയ്യാനാവണമെന്നില്ല. പക്ഷെ നമുക്ക് അറിയാവുന്ന പോലെ നമ്മൾക്ക് എല്ലാവർക്കും ഡാൻസ് ചെയ്യണമെന്ന് പാട്ട് പാടണമെന്ന് ആഗ്രഹമില്ല. അപ്പൊ എല്ലാവർക്കും അതാണ് ഫാർമേഴ്സ് ബാങ്കിന്റെ പ്രത്യേകത. അവർ ഒന്നും രണ്ട് സ്ഥാനക്കാർക്കല്ല, അവരെല്ലാവർക്കും എന്താണ് സമ്മാനം കൊടുക്കാൻ പോകുന്നത്? ഒരു പൂവാണ് അവർ സമ്മാനം കൊടുക്കാൻ പോകുന്നത്. എല്ലാവർക്കും പൂവും ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ഒരാൾക്ക് സമ്മാനം അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ആർക്കാണ് ഫസ്റ്റ് പ്രൈസ്? ഒരു കാര്യം ഇവർ രണ്ടുപേരും ഫസ്റ്റ് പ്രൈസ് അങ്ങ് എടുത്തോട്ടെ. ചേട്ടാ എന്താ കൊടുക്കാൻ പോണത്? എന്തോ കൂടിന്റെ അകത്താണ് അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എന്തോ വിശേഷപ്പെട്ട സമ്മാനം തന്നെ. എന്തായിരിക്കും ചേട്ടാ ഇത്? ശരി, നല്ല സമ്മാനം തന്നെയാണ്. ചേട്ടൻ ഞാൻ കൊടുത്തു. രണ്ടുപേരും മേടിച്ചു. രണ്ടുപേരും കീറി എടുത്താൽ മതി. എല്ലാവർക്കും നല്ലൊരു കേടി കൊടുത്തിട്ട് നമുക്ക് വിടാം. ശരി, നന്ദി കേട്ടാ. താങ്ക് യു.
Thank you.
നമുക്ക് കേട്ടു നോക്കാം. ഈ ഗാനം എന്നോടൊപ്പം ആലപിക്കാൻ വീണ്ടും ജിൻസ് ഗോപിനാഥിനെ ഞാൻ ക്ഷണിക്കുന്നു. ജിൻസ് വരൂ. ജിൻസ് ഒരിക്കൽ കൂടി ഒരു ഉഷാറാവുന്ന കൈഡി കൊടുത്തരാം. ജിൻസ് Padu
നമുക്കെല്ലാം സഹകരിക്കണമെന്നുണ്ട്. പക്ഷെ ആരും നമ്മുടെ നാട്ടില് ഈ പ്രോത്സാഹനം കൊടുക്കുന്നില്ല. അല്ല, എനിക്കെന്നല്ല, കുഞ്ഞുമക്കൾക്ക് ചേട്ടന്റെ കുഞ്ഞുമക്കൾക്ക് ചേട്ടൻ ഒരു മാതൃകയായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള സിനിമാറ്റിക് ഡാൻസ് ഇതിലൂടെ ചേട്ടൻ മുൻകൈ എടുത്തിരുന്നത് അല്ലേ? ഞാൻ മുൻപതില് ശരി, നല്ല കാര്യം. ഒരു കാര്യം, ഈ പാട്ടിന് ഈ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെടുന്നു, പഴയ പാട്ടല്ലേ? അഞ്ചന്മാരുടെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. തുടക്കത്തിൽ കേട്ടൊരു ആവേശമൊന്നും ഇല്ലല്ലോ. സമയം ഏകദേശം 10:30 നിങ്ങൾ ഏകദേശം 5 മണി തൊട്ട് ഇവിടെ ബാങ്കിന്റെ ഓരോ പരിപാടികളും മറ്റ് കോൽക്കളിയും തിരുവാതിരകളിയൊക്കെ ആയിട്ട് മഴയൊക്കെ പെയ്ത് എന്നാൽ ഇത്ര ക്ഷമ സഹിച്ച് 10:30 മണി വരെ കാത്തിരുന്ന് നമ്മളൊരു പരിപാടിയിലോട്ട് കിടക്കുകയാണ്. ഈ ഇത്ര സ്നേഹം നിറഞ്ഞ അഞ്ചരക്കണ്ടി എന്ന സ്ഥലത്ത് കാവിമൂലി അല്ലെ, അതല്ല കറക്റ്റ് സ്ഥലത്ത്, കാവിമൂലി എന്ന സ്ഥലത്ത് ഇന്ന് എന്തോ നമുക്ക് എല്ലാവരും കൂടെ ഒത്തുകൂടാൻ സാധിച്ചത് ഭയങ്കര ദൈവാനുഗ്രഹം തന്നെയാണ്. അപ്പോൾ മഴയൊന്നും ഫ്രീയായിട്ട് നമുക്ക് പറ്റുന്നിടത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. പകരം എനിക്ക് വേണ്ടത് ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, എന്ത് ഒച്ചപ്പാടും ബഹളവും കയ്യടിയും കൂട്ടുവിളിയും, അതാണ് ഒരു പ്രോഗ്രാമിന് ഒരു യഥാർത്ഥ ഗാനം. അല്ലാണ്ട് വെറുതെ കസേരയിൽ മസിൽ പിടിച്ച് കയ്യും കെട്ടിയിരുന്ന് അരണാപാനം പോലെ ആൾക്കാരെ നമുക്ക് വേണ്ട. അങ്ങനെ ഒരു പരിപാടി നടത്തി ഇവിടെ വെറുതെ അങ്ങ് പോവുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കണ്ട. പക്ഷെ എന്നാലും നല്ല ഒരു ഒച്ചപ്പാടും ബഹളവും, നമ്മൾ ശരിക്കും ഒരു ഗാനമേള ആസ്വദിക്കുന്നത് നമുക്ക് നല്ല ഒച്ചപ്പാടൊക്കെ വേണം. എന്നാലും ശരിയൊരു ഗാനമേളയുടെ അന്തരീക്ഷം നമുക്ക് കിട്ടുള്ളൂ. ഈ പ്രോഗ്രാമിലോട്ട് എന്നെ ക്ഷണിച്ച എന്താ പറയുക, വളരെ പ്രശസ്തമായ ഒരു ബാങ്കാണ് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ 100ാമത്തെ വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ് അല്ലെ. ഒത്തിരി പ്രത്യേകതയുള്ള ഒരു ബാങ്കാണ്. അതിലെ ജീവനക്കാരായിരിക്കും കൂടുതൽ ഇവിടെ ഇരിക്കുന്ന, ബാക്കിയുള്ളവരൊക്കെ ഇവിടുത്തെ നാട്ടുകാരായിരിക്കും. പലരും ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. എല്ലാവരും വിചാരിക്കുകയാണ് ഈ റീമിറ്റോമിയെ ടി വിയിൽ കണ്ടപ്പോൾ എന്ത് വണ്ണമായിരുന്നു, നേരിൽ കണ്ടപ്പോൾ എന്ത് മെലിഞ്ഞിട്ടാണോ.
നല്ലൊരു ചോദ്യം തന്നെയാണ്. എന്തായാലും ഒത്തിരി സന്തോഷം നിങ്ങൾ എല്ലാവരും കാണാൻ കഴിഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, തുടക്കത്തിൽ തന്നെ ഭയങ്കര അടിപൊളി പാട്ട് വേണ്ട, പയ്യെ തിന്നാൽ പനിയില്ല. നമുക്ക് കുറച്ചു പതുക്കെ 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 നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മലയാളം, തമിഴ്, ഹിന്ദി കാണാം. അതിന്റെ പുറത്തൊക്കെ ഉറങ്ങി വീഴാണ്ടൊന്ന് നോക്കിയോണം കേട്ടോ. നിങ്ങളുടെ ആരോഗ്യം നമുക്ക് കാണാം. നിങ്ങൾ അറ്റത്തെ ആ വീടിന്റെ മുകളിൽ നിൽക്കുന്നവരും അറിയില്ല. എന്തായാലും എല്ലാവർക്കും നമസ്കാരം. നമുക്ക് വിചാരിച്ച മലയാളികൾക്ക് ഒരുപാട് നല്ല ഗാനങ്ങൾ സംഭാവന നൽകിയ ഒരു സംഗീത സംവിധായകനാണ്. മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഗീത സംവിധായകനാണ്. നല്ല ഗാനങ്ങൾ നമുക്ക് തന്ന അദ്ദേഹം മരിച്ചാലും അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ മരിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു ഗാനം രവീന്ദ്ര മാഷിന്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഗാനത്തോടുകൂടി ഞാൻ ആരംഭിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും ആശീർവാദത്തോടും കൂടെ പാടിക്കോട്ടെ. അങ്ങനെ വേണം ചോദിക്കുന്നതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു കുടുംബമായിട്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തപ്പെട്ട ആൾക്കാരോട് പറയുന്ന ഒരു സ്നേഹത്തോടെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. തിരിച്ചിങ്ങോട്ടും അതേപോലെ ഒരു പ്രതികരണം തരുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ അനുവാദത്തോടുകൂടി നമുക്ക് ആദ്യ ഗാനത്തിലോട്ട് പോവാം.
പാടിയിട്ടുണ്ടായിരുന്നു മല്ലു സിംഗ് എന്ന ചിത്രത്തിലെ ഒരു ഗാനം. അത് വേണ്ടേ? അതെയോ ഏറ്റവും പുതിയ 2013 സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത സെല്ലുലോയിഡ് എന്ന ചിത്രത്തിലെ ഒരു ഗാനവുമുണ്ട്. ഇതിൽ ഏതാണ് നിങ്ങളുടെ ഓപ്ഷൻ ഇവിടെ തന്നിരിക്കുകയാണ്. മല്ലു സിംഗിലെ പാട്ട് വേണ്ടവർക്കായി നോക്കാം. സെല്ലുലോയിഡിലെ പാട്ട് വേണ്ടവർക്കായി നോക്കാം. തുല്യമായിട്ടാ ചോദിക്കും. നമുക്ക് കാര്യം ചെയ്യാൻ രണ്ടും പാടിയേക്കാം അല്ലേ? വിഷമമില്ലല്ലോ. ശരി, ആദ്യം നമുക്ക് മല്ലു സിംഗിലെ പാട്ട് കേട്ടിട്ട് സെല്ലുലോയിഡിലെ പാട്ട് കൊടുക്കും. റെഡി?